Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മൈ നെയിംസ് മാർത്ത. എൻ്റെ പേര് മാർത്ത എന്നാണ്. ഐ ആം 26 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 26 വയസ്സായിട്ടുണ്ട്. ഐ ലീവ്, ഞാൻ ജീവിക്കുന്നത് വിത്ത് മൈ പാരൻസ്, ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ കൂടെയാണ് ജീവിക്കുന്നത്. ഐ ഹാവ് നോ സിബിലിങ്സ്. സിബിലിങ്സ് എന്നാൽ കൂടപ്പിറപ്പുകൾ എന്നുള്ള അർത്ഥമാണ്. എനിക്ക് കൂടപ്പിറപ്പുകളായി ആരും തന്നെ ഇല്ല. ഐ കം ഫ്രം എ സ്മോൾ ഫാമിലി, ഞാൻ ഒരു ചെറിയ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. മൈ ഫാദർ, എൻ്റെ അച്ഛൻ വർക്ക്ഡ്, ജോലി ചെയ്യുന്നത് ആസ് എ ടാക്സി ഡ്രൈവർ. എൻ്റെ അച്ഛൻ ഒരു ടാക്സി ഡ്രൈവറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആൻഡ് മൈ മദർ സ്റ്റേഡ് അറ്റ് ഹോം, എൻ്റെ അമ്മ വീട്ടിലായിരുന്നു. അച്ഛൻ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തു. വി ഡിഡിൻറ്റ് ഹാവ്, ഞങ്ങൾക്ക് ഇല്ലായിരുന്നു മച്ച് മണി, ഞങ്ങളുടെ പക്കൽ കൂടുതൽ പണം ഇല്ലായിരുന്നു. ബട്ട് വി വർ ഹാപ്പി, എങ്കിലും ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു. മൈ പാരൻസ്, എൻ്റെ മാതാപിതാക്കൾ ഓൾവേസ് ടോൾഡ് മീ ടു സ്റ്റഡി ഹാർഡ്, എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു ടു സ്റ്റഡി ഹാർഡ്, നന്നായി പഠിക്കാൻ പറഞ്ഞിരുന്നു. സോ ഐ കുഡ് ബിൽഡ് എ ബെറ്റർ ലൈഫ്, എനിക്ക് നല്ലൊരു ഭാവിയും ജീവിതവും ഉണ്ടാകാൻ വേണ്ടി എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും എന്നോട് നല്ലവണ്ണം പഠിക്കാൻ ഉപദേശിക്കുമായിരുന്നു. ഐ ഗോട്ട് മൈ ഫസ്റ്റ് ജോബ് ഇൻ എ കമ്പനി, എനിക്കാദ്യമായി ഒരു കമ്പനിയിൽ ജോലി ലഭിച്ചു. എൻ്റെ ആദ്യത്തെ ജോലി ഒരു കമ്പനിയിലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എ ബിഗ് ജോബ്, അതൊരു വലിയ ജോലിയായിരുന്നില്ല. ബട്ട് ഐ വാസ് പ്രൗഡ്, പക്ഷേ ഞാൻ അഭിമാനിച്ചിരുന്നു. അത് ഒരു വലിയ ജോലിയായിരുന്നില്ല, എങ്കിലും ഞാൻ അഭിമാനിച്ചിരുന്നു. ദാറ്റ് വാസ് ദ ടൈം വെൻ ഐ മെറ്റ് ചെസ്റ്റർ, അപ്പോഴാണ് ഞാൻ ചെസ്റ്ററിനെ കണ്ടുമുട്ടിയത്. ഹി വാസ് വൺ ഓഫ് മൈ കോവർക്കേഴ്സ്. കോവർക്കർ എന്നാൽ സഹപ്രവർത്തകൻ എന്നുള്ള അർത്ഥമാണ്. കൂടെ ജോലി ചെയ്യുന്നയാൾ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളിൽ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം, ചെസ്റ്റർ. ഹി വാസ് ഓൾഡർ ദാൻ മീ, അദ്ദേഹത്തിന് എന്നേക്കാൾ പ്രായമുണ്ടായിരുന്നു. എറൗണ്ട് 29, ഏകദേശം 29 വയസ്സ്. ഹി വാസ് ടോൾ, അദ്ദേഹത്തിന് നല്ല പൊക്കമുണ്ടായിരുന്നു. സ്മാർട്ട്, സമർത്ഥനായിരുന്നു. ആൻഡ് ഹാൻസം, സുമുഖനുമായിരുന്നു. ഹി മെയ്ഡ് മീ ലാഫ്, അദ്ദേഹം എന്നെ ചിരിപ്പിച്ചിരുന്നു. ഹി ഹെൽപ്ഡ് മീ അറ്റ് വർക്ക്, അദ്ദേഹം ജോലി ചെയ്യാൻ എന്നെ സഹായിച്ചിരുന്നു. ഹി ട്രീറ്റഡ് മീ സ്പെഷ്യൽ, അദ്ദേഹം എന്നെ പ്രത്യേകമായി പരിഗണിച്ചിരുന്നു. ഐ വാസ് കെയർഫുൾ, ഞാൻ ശ്രദ്ധാലുവായിരുന്നു, ഞാൻ ജാഗ്രത പാലിച്ചിരുന്നു. മൈ മദർ ഓൾവേസ് ടോൾഡ് മീ, എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയുമായിരുന്നു. മാർത്ത, ഡോണ്ട് ട്രസ്റ്റ് പീപ്പിൾ ടു ക്വിക്ക്ലി, ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കരുത്. ബട്ട് എന്നാൽ ചെസ്റ്റർ വാസ് പേഷ്യൻറ്റ്, ചെസ്റ്റർ ക്ഷമയുള്ളവനായിരുന്നു. ഹി നെവർ ഫോഴ്സ്ഡ് മീ, അദ്ദേഹം എന്നെ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്നിൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഹി ജസ്റ്റ് സ്റ്റേഡ് ക്ലോസ് അൻറ്റിൽ മൈ ഹാർട്ട് ഓപ്പൺഡ് ഫോർ ഹിം, എൻ്റെ മനസ്സ് അദ്ദേഹത്തിന് വേണ്ടി തുറക്കുന്നതുവരെ അദ്ദേഹം എൻ്റെ കൂടെ തന്നെ നിന്നു. ഹി സ്റ്റേഡ് ക്ലോസ് എന്നാൽ അദ്ദേഹം എൻ്റെ കൂടെ തന്നെ നിന്നു. അൻറ്റിൽ എന്നാൽ അതുവരെ, അൻറ്റിൽ മൈ ഹാർട്ട് ഓപ്പൺഡ് എന്നാൽ എൻ്റെ ഹൃദയം തുറക്കുന്നതുവരെ, ഫോർ ഹിം എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി. സ്ലോലി, സാവധാനം, ഐ ബിഗാൻ ടു ട്രസ്റ്റ് ഹിം, ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തുടങ്ങി. ആഫ്റ്റർ 2 months, 2 മാസങ്ങൾക്ക് ശേഷം, വി സ്റ്റാർട്ടഡ് ഡേറ്റിംഗ്. ഡേറ്റിംഗ് എന്നാൽ ഇവിടെ അർത്ഥം യുവതി യുവാക്കൾ ഒരുമിച്ച് പുറത്തു പോകുക എന്നുള്ള അർത്ഥമാണ്. ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകാൻ തുടങ്ങി. വി സ്റ്റാർട്ടഡ് ഡേറ്റിംഗ്. ഐ ഫെൽറ്റ് ലൈക്ക്, എനിക്ക് ഇതുപോലെ തോന്നി, ദ ലക്കിയസ്റ്റ് ഗേൾ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ പെൺകുട്ടി ഞാനാണെന്ന് എനിക്ക് തോന്നി. ലൈക്ക് എന്നാൽ പോലെ, ലക്കിയസ്റ്റ് എന്നാൽ ഏറ്റവും ഭാഗ്യമുള്ള. ഐ റിമെമ്പർ, ഞാൻ ഓർമ്മിക്കുന്നു, വൺ ഈവനിങ്, ഒരു ദിവസം വൈകുന്നേരം, വി വർ വാക്കിംഗ് ഇൻ ദ പാർക്ക്, ഞങ്ങൾ പാർക്കിൽ നടക്കുകയായിരുന്നു. ഹി ഹെൽഡ് മൈ ഹാൻഡ് ആൻഡ് സെഡ്, അദ്ദേഹം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മാർത്ത, ഐ വിൽ ഓൾവേസ് പ്രൊട്ടക്റ്റ് യു. പ്രൊട്ടക്റ്റ് എന്നാൽ സംരക്ഷിക്കുക. മാർത്ത, ഞാൻ നിന്നെ എപ്പോഴും സംരക്ഷിക്കും. ഐ വിൽ നെവർ ഹേർട്ട് യു, ഞാൻ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കുകയില്ല. ഹിസ് വേർഡ്സ് മെൽറ്റഡ് മൈ ഹാർട്ട്,
അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് എൻ്റെ മനസ്സ് ഉരുകിപ്പോയി. മെൽറ്റ് എന്നാൽ ഉരുകുക, മെൽറ്റഡ് എന്നാൽ ഉരുകിപ്പോയി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് എൻ്റെ മനസ്സ് വളരെ സ്പർശിക്കപ്പെട്ടു. അദ്ദേഹത്തോടുള്ള സ്നേഹവും അടുപ്പവും എൻ്റെ മനസ്സിൽ വർദ്ധിച്ചു. ഐ ബിലീവ്ഡ് ഹിം, ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു. ഐ ബിലീവ്ഡ് എവരി പ്രോമിസ്, എല്ലാ വാഗ്ദാനങ്ങളും ഞാൻ വിശ്വസിച്ചു. ബട്ട് പ്രോമിസസ് ആർ വെരി ഹാർഡ് ടു കീപ്പ്, പക്ഷേ വാഗ്ദാനങ്ങൾ പാലിക്കുക വളരെ പ്രയാസമായിരുന്നു. അറ്റ് ഫേസ്റ്റ്, ആദ്യം എവറിത്തിങ് വാസ് ബ്യൂട്ടിഫുൾ, ആദ്യം എല്ലാം മനോഹരമായിരുന്നു. ഹീ ടുക്ക് മീ ഔട്ട്, അദ്ദേഹം എന്നെ പുറത്തേക്ക് കൊണ്ടുപോയി. ഗേവ് മീ ഗിഫ്റ്റ്സ്, എനിക്ക് സമ്മാനങ്ങൾ നൽകി. ആൻഡ് ടോൾഡ് മീ ഹീ ലവ്ഡ് മീ, അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നു എന്ന്. അദ്ദേഹം എന്നെ പുറത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. അദ്ദേഹം എനിക്ക് സമ്മാനങ്ങൾ നൽകുമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരു ഭാവി ജീവിതം ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. അദ്ദേഹത്തോടു കൂടെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം, ഒരു ഭാവിയെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണാൻ ആരംഭിച്ചു. ഐ ഇമാജിൻഡ് us ഗെറ്റിംഗ് മാരീഡ് വൺ ഡേ. ഐ ഇമാജിൻഡ്, ഞാൻ സങ്കല്പിച്ചു. അസ്, ഞങ്ങളെ, ഗെറ്റിംഗ് മാരീഡ് വൺ ഡേ, ഒരു ദിവസം ഞങ്ങൾ വിവാഹിതരാകുന്നത് ഞാൻ സങ്കല്പിച്ചു. ബട്ട് സൂൺ, പക്ഷേ വൈകാതെ, തിങ്സ് ബിഗാൻ ടു ചേഞ്ച്, കാര്യങ്ങൾ മാറിമറിയാൻ തുടങ്ങി. ഹി ബിക്കെയിം കൺട്രോളിങ്. കൺട്രോളിങ് എന്നാൽ നിയന്ത്രിക്കുന്ന എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം എന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആളായി മാറി. ബിക്കെയിം എന്നാൽ ആയി മാറി. ഹി സ്റ്റാർട്ടഡ് ആസ്കിങ് മീ, അദ്ദേഹം എന്നോട് ചോദിക്കാൻ തുടങ്ങി. വേർ ഐ വാസ് ഗോയിങ്, ഞാൻ എവിടേക്കായിരുന്നു പോയിരുന്നത് എന്ന് അദ്ദേഹം എന്നോട് ചോദിക്കാൻ ആരംഭിച്ചു. ഹു ഐ വാസ് ടോക്കിംഗ് ടു, ഞാൻ ആരോടായിരുന്നു സംസാരിച്ചിരുന്നത്. ആൻഡ് വൈ ഐ വാസ് നോട്ട് ആൻസറിങ് മൈ ഫോൺ ക്വിക്ക്ലി, എന്തുകൊണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫോൺ പെട്ടെന്ന് എടുക്കാതിരുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി. അറ്റ് ഫേസ്റ്റ്, ആദ്യം, ഐ തോട്ട്, ഞാൻ കരുതി. ഇറ്റ് വാസ് ബിക്കോസ് ഹീ ലവ്ഡ് മീ ടു മച്ച്, അദ്ദേഹം എന്നെ വളരെയധികം സ്നേഹിക്കുന്നു, അത് കാരണമായിരിക്കാം ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ഞാൻ കരുതി. ഐ ടോൾഡ് മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഇറ്റ്സ് ഫൈൻ, ഇതിൽ കുഴപ്പമൊന്നുമില്ല. ഹി ജസ്റ്റ് കെയേഴ്സ്, അദ്ദേഹം സ്നേഹം കൊണ്ടും കരുതലും കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ കരുതി. ബട്ട് ദ ട്രൂത്ത് വാസ്, സത്യം ഇതായിരുന്നു. ഹി വാണ്ടഡ് കൺട്രോൾ, അദ്ദേഹത്തിന് നിയന്ത്രിക്കണമായിരുന്നു എന്നെ, അദ്ദേഹത്തിന് നിയന്ത്രിക്കണമായിരുന്നു, അതായിരുന്നു സത്യം. വൺ ഈവനിങ്, ഒരു ദിവസം വൈകുന്നേരം. ഐ വെൻ്റ് ഔട്ട്, ഞാൻ പുറത്തേക്ക് പോയി. വിത്ത് മൈ കോളേജ് ഫ്രണ്ട്സ്, എൻ്റെ കോളേജിലെ സുഹൃത്തുക്കളുടെ കൂടെ ഒരു ദിവസം ഞാൻ പുറത്തേക്ക് പോയി. ഐ കെയിം ഹോം, ഞാൻ വീട്ടിലേക്ക് വന്നു. ആൻഡ് ഫൗണ്ട്, ഞാൻ കണ്ടു. ചെസ്റ്റർ വെയിറ്റിംഗ് നിയർ മൈ ഡോർ, എൻ്റെ വാതിലിനടുത്ത് ചെസ്റ്റർ കാത്തിരിക്കുന്നത് ഞാൻ കണ്ടു. ഹീ ലുക്ക്ഡ് ആംഗ്രി, അദ്ദേഹത്തെ ദേഷ്യവാനായി കാണപ്പെട്ടു. ഹീ ആസ്ക്ഡ് മീ, അദ്ദേഹം എന്നോട് ചോദിച്ചു. വൈ ഡിഡൻറ്റ് യു ആൻസർ മൈ കോൾ, എൻ്റെ വിളിക്ക് നീ എന്തുകൊണ്ട് ഉത്തരം തന്നില്ല. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ഐ വാസ് വിത്ത് ഫ്രണ്ട്സ്, ഞാൻ സുഹൃത്തുക്കളുടെ കൂടെയായിരുന്നു. ബട്ട് ഹീ ഷൗട്ടഡ് അറ്റ് മീ, എന്നാൽ അദ്ദേഹം എന്നോട് ആക്രോശിച്ചു, എന്നോട് ഒച്ച വച്ചു. ഷൗട്ടഡ് എന്നാൽ ഒച്ച വെച്ചു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം, ആദ്യത്തെ സമയം ഇതായിരുന്നു. ഹി റേസ്ഡ് ഹിസ് വോയിസ്, അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്നോട് അദ്ദേഹം ഉയർത്തിയ ആദ്യത്തെ സമയമായിരുന്നു ഇത്. റേസ് എന്നാൽ ഉയർത്തുക, ഹിസ് വോയിസ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം. ഐ ഫെൽറ്റ് ഹേർട്ട്, എൻ്റെ മനസ്സ് വേദനിച്ചു. ബട്ട് ഐ ഫോർഗേവ് ഹിം, ഫോർഗേവ് എന്നാൽ മാപ്പ് നൽകി, പക്ഷേ ഞാൻ അദ്ദേഹത്തിന് മാപ്പ് നൽകി. ഐ തോട്ട്, ഞാൻ കരുതി. മേ ബി, ഒരു പക്ഷേ. ഹി വാസ് ജസ്റ്റ് വറീഡ്, അദ്ദേഹം വ്യാകുലതപ്പെട്ടേക്കാം, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടത് എന്ന് ഞാൻ കരുതി. ബട്ട് ഐ വാസ് റോങ്, പക്ഷേ എനിക്ക് തെറ്റുപറ്റിയതായിരുന്നു. ബട്ട് ആസ് വീക്സ് പാസ്റ്റ്, ചെസ്റ്റർ ബിക്കെയിം മോർ കൺട്രോളിങ്, എന്നാൽ ആഴ്ചകൾ കടന്നു പോയപ്പോൾ ചെസ്റ്റർ ബിക്കെയിം മോർ കൺട്രോളിങ്, ചെസ്റ്റർ കൂടുതൽ നിയന്ത്രണ സ്വഭാവമുള്ള ആളായി മാറി. ബിക്കെയിം എന്നാൽ ആയി മാറി, മോർ കൺട്രോളിങ് എന്നാൽ കൂടുതൽ നിയന്ത്രണ സ്വഭാവമുള്ള. ഹി ആസ്ക്ഡ് മീ, അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. ടു സ്റ്റോപ്പ്, നിർത്താൻ ആവശ്യപ്പെട്ടു. ടോക്കിംഗ് ടു മൈ മെയിൽ ഫ്രണ്ട്സ്,
എൻ്റെ പുരുഷന്മാരായിട്ടുള്ള സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് നിർത്താൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. ഹീ ടോൾഡ് മീ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ടു ക്വിറ്റ് മൈ പാർട്ട് ടൈം ജോബ് ബിക്കോസ് ഹീ ഡിഡിൻറ്റ് വാണ്ട് മീ അറൗണ്ട് അതർ പീപ്പിൾ. ഹീ ടോൾഡ് മീ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ടു ക്വിറ്റ്. ക്വിറ്റ് എന്നാൽ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. ഉപേക്ഷിക്കാൻ പറഞ്ഞു മൈ പാർട്ട് ടൈം ജോബ്, എൻ്റെ പാർട്ട് ടൈം ജോബ് ഉപേക്ഷിക്കാൻ പറഞ്ഞു. ബിക്കോസ് കാരണം ഹി ഡിഡിൻറ്റ് വാണ്ട് മീ അറൗണ്ട് അതർ പീപ്പിൾ, അദ്ദേഹത്തിന് ഞാൻ മറ്റുള്ളവരുടെ ഇടയിൽ ആയിരിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല. ആയതുകൊണ്ട് എൻ്റെ പാർട്ട് ടൈം ജോബ് അദ്ദേഹം നിർത്താൻ ആവശ്യപ്പെട്ടു. ഐ വാസ് കൺഫ്യൂസ്ഡ്, ഞാൻ ആശയക്കുഴപ്പത്തിലായി. മൈ ഹാർട്ട് സെഡ് സംതിങ് വാസ് റോങ്. മൈ ഹാർട്ട് സെഡ്, എൻ്റെ ഹൃദയം പറഞ്ഞു, സംതിങ് വാസ് റോങ്, എൻ്റെ മനസ്സ് പറഞ്ഞു എന്തോ തെറ്റാണെന്ന്. എങ്കിലും മൈ മൈൻഡ് സെഡ്, എൻ്റെ മനസ്സ് പറഞ്ഞു, എൻ്റെ ബുദ്ധി പറഞ്ഞു, ഹീ ലവ്സ് മീ, അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എൻ്റെ ബുദ്ധി എന്നോട് പറഞ്ഞു. എന്നാൽ എൻ്റെ മനസ്സ് പറഞ്ഞു എന്നോട് എന്തോ തെറ്റുണ്ടെന്ന്. ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് ഹീസ് ലൈക്ക് ദിസ്, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നത്. വൺ നൈറ്റ്, ഒരു ദിവസം രാത്രി, ചെസ്റ്റർ ഇൻവൈറ്റഡ് മീ ടു ഡിന്നർ. ഒരു ദിവസം രാത്രി ചെസ്റ്റർ അത്താഴം കഴിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചു. ഇൻവൈറ്റഡ് എന്നാൽ ക്ഷണിച്ചു. ഐ വോർ, ഞാൻ ധരിച്ചു, മൈ ബെസ്റ്റ് ഡ്രസ്, എൻ്റെ ഏറ്റവും നല്ല വസ്ത്രം ഞാൻ ധരിച്ചു. ആൻഡ് തോട്ട്, ഞാൻ കരുതി, മേ ബി ഒരു പക്ഷേ, തിങ്സ് വുഡ് ബി ബെറ്റർ അഗെയിൻ, ഞാൻ എൻ്റെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു. ഒരു പക്ഷേ കാര്യങ്ങൾ വീണ്ടും നല്ലതാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഡ്യൂറിങ് ഡിന്നർ, ഡ്യൂറിങ് എന്നാൽ അതിനിടയിൽ, അത്താഴം കഴിക്കുന്നതിനിടയിൽ, ഹി സഡൻലി സെഡ്, അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, മാർത്ത, യു വിൽ ലീവ്, നീ ജീവിക്കും, വിത്ത് മീ, എൻ്റെ കൂടെ നീ ജീവിക്കും, ഫ്രം നൗ ഓൺ, ഇപ്പോൾ മുതൽ തൊട്ട് നീ എൻ്റെ കൂടെ ജീവിക്കും. ഫ്രം നൗ ഓൺ എന്നാൽ ഇനി മുതൽ തൊട്ട്. ഐ ഡോണ്ട് വാണ്ട് യു വിത്ത് യുവർ ഫാമിലി എനി മോർ, ഇനി മുതൽ നീ നിൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് വാണ്ട് എന്നാൽ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമില്ല. യു വിത്ത് യുവർ ഫാമിലി എനി മോർ, നീ നിൻ്റെ കുടുംബത്തോടൊപ്പം ആയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ വാസ് ഷോക്ക്ഡ്, ഞാൻ ഞെട്ടിത്തരിച്ചു. ഐ ടോൾഡ് ഹിം, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഐ വാസിൻറ്റ് റെഡി, ഞാൻ തയ്യാറല്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. മൈ ഫാമിലി നീഡഡ് മീ, എൻ്റെ കുടുംബത്തിന് എന്നെ ആവശ്യമുണ്ട്. ആൻഡ് ഐ സ്റ്റിൽ വാണ്ടഡ് ടു ഫിനിഷ് മൈ സ്റ്റഡീസ്, ഇപ്പോഴും എൻ്റെ പഠനം പൂർത്തീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഹിസ് ഫേസ് ടേൺഡ് റെഡ്, അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു. ഹി ഹെൽഡ്, അദ്ദേഹം പിടിച്ചു, മൈ റിസ്റ്റ്, റിസ്റ്റ് എന്നാൽ കണങ്കൈ, അദ്ദേഹം എൻ്റെ കണങ്കൈയിൽ പിടിച്ചു. ടൈറ്റ്ലി എന്നാൽ ശക്തമായിട്ട് എൻ്റെ കണങ്കൈയിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആൻഡ് സെഡ്, പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇഫ് യു ഡോണ്ട് ലിസൺ ടു മീ, നീ ഞാൻ പറയുന്നത് അനുസരിച്ചിട്ടില്ലെങ്കിൽ. ലിസൺ എന്നാൽ കേൾക്കുക, അനുസരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇഫ് യു ഡോണ്ട് ലിസൺ ടു മീ, നീ എന്നെ അനുസരിച്ചിട്ടില്ലെങ്കിൽ, യു വിൽ റിഗ്രറ്റ് ഇറ്റ്, റിഗ്രറ്റ് എന്നാൽ ഖേദിക്കുക, നീ അതിൽ ഖേദിക്കും, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എൻ്റെ കണങ്കയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മൈ ഹാർട്ട് ഫെൽറ്റ് ഹെവി, എൻ്റെ ഹൃദയത്തിന് ഭാരം അനുഭവപ്പെട്ടു, എനിക്ക് ദുഃഖം തോന്നി. ഐ കുഡ് നോട്ട് ബിലീവ്, എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. വാട്ട് ഐ ജസ്റ്റ് ഹേർഡ്, ഞാൻ എന്താണ് കേട്ടത് എന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. മൈ ഐസ് വെർ ഫുൾ ഓഫ് ടിയേഴ്സ്, എൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. മൈ മദർ നോട്ടീസ്ഡ്, എൻ്റെ അമ്മ ശ്രദ്ധിച്ചു. മൈ റെഡ് ഐസ് ആൻഡ് ആസ്ക്ഡ്, റെഡ് ഐസ് എന്നാൽ ചുവന്ന കണ്ണുകൾ, ആസ്ക്ഡ് എന്നാൽ ചോദിച്ചു. എൻ്റെ അമ്മ എൻ്റെ ചുവന്ന കണ്ണുകൾ ശ്രദ്ധിച്ചു. അമ്മ ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ് മാർത്ത, എന്ത് സംഭവിച്ചു? പക്ഷേ ഐ കുഡിൻറ്റ് ടെൽ ഹെർ ദ ട്രൂത്ത് എന്നാൽ സത്യം. പക്ഷേ എനിക്ക് അമ്മയോട് സത്യം പറയാൻ സാധിച്ചില്ല. ഐ കുഡിൻറ്റ് ടെൽ എന്നാൽ എനിക്ക് പറയാൻ സാധിച്ചില്ല. ഹെർ അവളോട്, അമ്മയോട്, ദ ട്രൂത്ത് സത്യം. ഐ തോട്ട് ഞാൻ കരുതി, മേ ബി ഒരു പക്ഷേ, ഐ ഹാഡ് ഡൺ സംതിങ് റോങ്, ഞാൻ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായേക്കാം. ടു മേക്ക് ചെസ്റ്റർ ആംഗ്രി, ടു മേക്ക് ചെസ്റ്റർ ആംഗ്രി എന്നാൽ ചെസ്റ്ററിനെ ദേഷ്യത്തിലാക്കാൻ എന്നുള്ള അർത്ഥമാണ്. ചെസ്റ്ററിനെ ദേഷ്യത്തിലാക്കുന്ന
എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. സോ അതുകൊണ്ട് ഐ സെഡ് നത്തിങ്, ഞാൻ ഒന്നും പറഞ്ഞില്ല. ബട്ട് ചെസ്റ്റേഴ്സ് ആങ്കർ കെപ്റ്റ് ഗ്രോയിങ്, പക്ഷേ ചെസ്റ്ററിൻ്റെ ദേഷ്യം തുടർന്നും വർദ്ധിച്ചുകൊണ്ടിരുന്നു. കെപ്റ്റ് ഗ്രോയിങ് എന്നാൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു, ആങ്കർ എന്നാൽ ദേഷ്യം. ഹീ വെൻറ്റ് എവരിവെയർ വിത്ത് മീ, അദ്ദേഹം എപ്പോഴും എല്ലായിടത്തും എനിക്കൊപ്പം വരുമായിരുന്നു. ഇവിടെ വെൻറ്റ് എന്നതിന് കൂടെ സഞ്ചരിച്ചു എന്നുള്ള അർത്ഥമാണ്. ചില സാഹചര്യങ്ങളിൽ ഗോ എന്നുള്ള വാക്ക് വരുക എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഹി ഷൗട്ടഡ് അറ്റ് മീ, അദ്ദേഹം എന്നോട് ആക്രോശിച്ചു. ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വച്ച് അദ്ദേഹം എന്നോട് ആക്രോശിച്ചു. ഹി സെൻഡ് മീ, അദ്ദേഹം എനിക്ക് അയച്ചു. ഹൺഡ്രഡ്സ് ഓഫ് മെസ്സേജസ്, നൂറുകണക്കിന് സന്ദേശങ്ങൾ എനിക്ക് അദ്ദേഹം അയച്ചു. വെൻ, ആ സമയത്ത്. വെൻ ഐ ഡിഡിൻറ്റ് റീപ്ലൈ ക്വിക്ക്ലി, ഞാൻ പെട്ടെന്ന് മറുപടി അയക്കാത്ത സമയത്ത് അദ്ദേഹം നൂറുകണക്കിന് സന്ദേശങ്ങൾ എനിക്ക് അയച്ചു. എനിക്ക് ഞാൻ ഒരു കെണിയിൽ അകപ്പെട്ടതുപോലെ തോന്നി. ഫെൽറ്റ് എന്നാൽ തോന്നി, ട്രാപ്പ് എന്നാൽ കെണി. ഐ ഫെൽറ്റ് ട്രാപ്ഡ്, ഒരു കെണിയിൽ അകപ്പെട്ട പോലെ എനിക്ക് തോന്നി. ഐ വാണ്ടഡ് ടു ലീവ് ഹിം, എനിക്ക് അദ്ദേഹത്തെ ഉപേക്ഷിക്കണമായിരുന്നു. ബട്ട് പക്ഷേ മൈ ഹാർട്ട് വാസ് വീക്ക്. വീക്ക് എന്നാൽ ഇവിടെ അർത്ഥം ധൈര്യമില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. അശക്തമായ, ഇതൊക്കെയാണ് അർത്ഥം. എനിക്ക് അദ്ദേഹത്തെ ഉപേക്ഷിക്കണമായിരുന്നു, പക്ഷേ എൻ്റെ മനസ്സ് അശക്തമായിരുന്നു. ഐ ലവ്ഡ് ഹിം, ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. ഓർ മേ ബി ഐ ലവ് ദ ഐഡിയ ഓഫ് ഹൂ ഐ തോട്ട് ഹി വാസ്. ഐ തോട്ട് എന്നാൽ ഞാൻ കരുതിയ, ഞാൻ സങ്കല്പിച്ച. ഇവിടെ ഐഡിയ എന്നതിന് സങ്കല്പിച്ച രൂപം എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ അവൻ അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിൽ സങ്കല്പിച്ച രൂപത്തെയാകാൻ ഞാൻ സ്നേഹിച്ചിരുന്നത്. എവറി ടൈം, എല്ലാ സമയത്തും. ഐ ട്രൈഡ് ടു വാക്ക് അവേ, ഹി ക്രൈഡ് ആൻസേർഡ്. എവറി ടൈം, ഓരോ സമയത്തും. ഐ ട്രൈഡ് ടു വാക്ക് അവേ, ഞാൻ അദ്ദേഹത്തെ വിട്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത്. ഹി ക്രൈഡ് ആൻസേർഡ്, അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഐ കാൺട്ട് ലിവ്, എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. വിത്തൗട്ട് യു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ലെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ഓരോ സമയം അദ്ദേഹത്തെ വിട്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത്. പ്ലീസ് ഡോണ്ട് ലീവ് മീ, ദയവായി എന്നെ ഉപേക്ഷിക്കരുത്. ആൻഡ് സോ ഐ സ്റ്റേഡ്, ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അദ്ദേഹം ഇങ്ങനെ ഓരോ സമയത്തും പറയുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. വൺ നൈറ്റ്, ഒരു ദിവസം രാത്രി. ചെസ്റ്റർ കെയിം ടു മൈ ഹൗസ്, ചെസ്റ്റർ എൻ്റെ വീട്ടിലേക്ക് വന്നു. ചെസ്റ്റർ കെയിം ടു മൈ ഹൗസ് ഡ്രങ്ക്. ഡ്രങ്ക് എന്നാൽ മദ്യപിച്ച എന്നുള്ള അർത്ഥമാണ്. മദ്യപിച്ച അവസ്ഥയിൽ, മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിൽ ചെസ്റ്റർ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നു. ഹി നോക്ക്ഡ് ഓൺ ദ ഡോർ ലൗഡ്ലി, അദ്ദേഹം ഉച്ചത്തിൽ വാതിലിൽ മുട്ടി. നോക്ക്ഡ് എന്നാൽ മുട്ടി, ലൗഡ്ലി എന്നാൽ ഉച്ചത്തിൽ. അൻറ്റിൽ എന്നാൽ അതുവരെ. അൻറ്റിൽ മൈ ഫാദർ ഓപ്പൺഡ് ഇറ്റ്, എൻ്റെ അച്ഛൻ വാതിൽ തുറക്കുന്നതുവരെ അദ്ദേഹം ഉച്ചത്തിൽ വാതിലിൽ മുട്ടി. ചെസ്റ്റർ ഷൗട്ടഡ്, ചെസ്റ്റർ ആക്രോശിച്ചു. മാർത്ത ഈസ് മൈൻ, മാർത്ത എൻ്റേതാണ്. ഷീ ബിലോങ്സ് ടു മീ, ഇതിൻ്റെയും അർത്ഥം അവൾ എൻ്റേതാണ് എന്നുള്ള അർത്ഥമാണ്. അതായത് ഇവിടെ ഉടമസ്ഥാവകാശം കാണിക്കുന്ന പ്രസ്താവനയാണ്. ഷീ ബിലോങ്സ് ടു മീ. മൈ ഫാദർ പുഷ്ഡ് ഹിം എവേ, എൻ്റെ അച്ഛൻ അദ്ദേഹത്തെ തള്ളി മാറ്റി. പുഷ്ഡ് എന്നാൽ തള്ളി. ആൻഡ് ചെസ്റ്റർ ഹിറ്റ് ഹിം, ചെസ്റ്റർ എൻ്റെ അച്ഛനെ ഇടിച്ചു. ഹിറ്റ് എന്നാൽ ഇടിച്ചു. ഐ സ്ക്രീംഡ്, ഞാൻ അലറിക്കരഞ്ഞു. മൈ നെയ്ബേഴ്സ് കെയിം റണ്ണിങ്, എൻ്റെ അയൽവാസികൾ ഓടി വന്നു. കെയിം റണ്ണിങ് എന്നാൽ ഓടി വന്നു, നെയ്ബേഴ്സ് എന്നാൽ അയൽവാസികൾ. ആൻഡ് ഫൈനലി ചെസ്റ്റർ ലെഫ്റ്റ്, അങ്ങനെ അവസാനം ചെസ്റ്റർ അവിടെ നിന്നും പോയി. ഫൈനലി എന്നാൽ അവസാനം, ലെഫ്റ്റ് എന്നാൽ പോയി. ബട്ട് ദാറ്റ് നൈറ്റ്, പക്ഷേ അന്ന് രാത്രി. ഐ സോ, ഞാൻ കണ്ടു. ഐ സോ മൈ ഫാദർ ബ്ലീഡിങ് ബിക്കോസ് ഓഫ് മീ, ഞാൻ കാരണം എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ഒലിക്കുന്നത് ഞാൻ കണ്ടു. ബിക്കോസ് ഓഫ് മീ എന്നാൽ ഞാൻ കാരണത്താൽ. ബ്ലീഡിങ് എന്നാൽ രക്തസ്രാവം. സോ എന്നാൽ കണ്ടു. മൈ ഹാർട്ട് ബ്രോക്ക്, എൻ്റെ ഹൃദയം തകർന്നു. ഐ റിയലൈസ്ഡ്, എനിക്ക് ബോധ്യമായി. ചെസ്റ്റർ വാസ് നോട്ട് ലവ്, ചെസ്റ്റർ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിച്ചിട്ടില്ലായിരുന്നു എന്ന്
എനിക്ക് ബോധ്യമായി. ഹി വാസ് പോയിസൺ. അദ്ദേഹം വിഷമായിരുന്നു. ഹി വാണ്ടഡ് ടു ഓൺ മീ. എന്നെ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാക്കാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. നോട്ട് കെയർ ഫോർ മീ. എന്നോട് സ്നേഹമോ പരിഗണനയോ അദ്ദേഹം കാണിച്ചില്ല. അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് എന്നെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാക്കുക മാത്രമായിരുന്നു. ആൻഡ് ഇഫ് ഐ ഡിഡിൻറ്റ് സ്റ്റോപ്പ് ദിസ്. ഞാൻ ഇത് നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, അദ്ദേഹവുമായി ഉള്ള ബന്ധം ഞാൻ നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, ഇഫ് ഐ ഡിഡിൻറ്റ് സ്റ്റോപ്പ് ദിസ്, ഞാൻ ഇത് നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, ഹി വുഡ് ഡിസ്ട്രോയ്, അദ്ദേഹം നശിപ്പിക്കുമായിരുന്നേനെ, നശിപ്പിച്ചേനെ. ഡിസ്ട്രോയ് എന്നാൽ നശിപ്പിക്കുക. നോട്ട് ഓൺലി മീ, എന്നെ മാത്രമല്ല, ബട്ട് ഓൾസോ മൈ ഫാമിലി, എൻ്റെ കുടുംബത്തെ കൂടെ. ഈ ബന്ധം ഞാൻ നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, അവസാനിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അദ്ദേഹം എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെയും അദ്ദേഹം നശിപ്പിച്ചേനെ എന്ന് എനിക്ക് മനസ്സിലായി. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ, ഐ ഡിസൈഡഡ്, ഞാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ടു ലീവ് ഹിം ഫോർ എവർ. ഫോർ എവർ എന്നാൽ എന്നേക്കും. എന്നേക്കുമായിട്ട് അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ടു ലീവ്, ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഹിം, അദ്ദേഹത്തെ. ഫോർ എവർ, എന്നേക്കുമായിട്ട് ഞാൻ അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ അടുത്ത ദിവസം രാവിലെ തീരുമാനിച്ചു. ഐ ബ്ലോക്ക്ഡ് ഹിസ് നമ്പർ, ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ഡിലീറ്റഡ് ഹിസ് ഫോട്ടോസ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്തു, നീക്കം ചെയ്തു. ആൻഡ് ടോൾഡ് മൈ ഫാമിലി എവരിത്തിങ്, ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ബന്ധുക്കളോട് പറഞ്ഞു. മൈ മദർ, എൻ്റെ അമ്മ, ഹഗ്ഡ് മീ ആൻഡ് ക്രൈഡ്, എൻ്റെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. മൈ ഫാദർ സേഡ്, എൻ്റെ അച്ഛൻ പറഞ്ഞു. യു ആർ നോട്ട് അലോൺ, നീ തനിച്ചല്ല മാർത്ത. വി ആർ വിത്ത് യു, ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട്. ബട്ട് എന്നാൽ, ഈവൻ ആഫ്റ്റർ ഐ ലെഫ്റ്റ്, ഞാൻ ഉപേക്ഷിച്ചതിന് ശേഷം പോലും, ഞാൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചതിന് ശേഷം പോലും, ഐ വാസ് സ്റ്റിൽ സ്കേർഡ്, ഞാൻ തുടർന്നും ഭയപ്പെട്ടിരുന്നു. ഐ വുഡ് ഹിയർ, ഞാൻ കേൾക്കുമായിരുന്നു. ഫുട് സ്റ്റെപ്സ് എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലടികൾ, അദ്ദേഹത്തിൻ്റെ കാലടിയൊച്ച. ഫുട് സ്റ്റെപ്സ് എന്നാൽ കാലടിയൊച്ചകൾ. അദ്ദേഹത്തിൻ്റെ കാലടിയൊച്ചകൾ ഞാൻ കേൾക്കുമായിരുന്നു, ഞാൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചതിന് ശേഷം പോലും. അറ്റ് നൈറ്റ്, രാത്രിയിൽ കേൾക്കുമായിരുന്നു. ആൻഡ് വണ്ടർ ഇഫ് ചെസ്റ്റർ വാസ് ഔട്ട്സൈഡ്. വണ്ടർ എന്നാൽ ഇവിടെ പരവശനാകുക എന്നുള്ള അർത്ഥമാണ്. ഇഫ് ചെസ്റ്റർ വാസ് ഔട്ട്സൈഡ് എന്നാൽ ചെസ്റ്റർ പുറത്തുണ്ടോ എന്നാണ് അർത്ഥം. ചെസ്റ്റർ പുറത്ത് ഉണ്ടായിരിക്കുമോ? ഔട്ട്സൈഡ് എന്നാൽ പുറത്ത്. ഞാൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചതിന് ശേഷം പോലും രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ കാലടി ശബ്ദം കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം പുറത്തുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു, ഇപ്പോഴും ഭയപ്പെട്ടിരുന്നു. ഐ വുഡ് ലുക്ക് അറ്റ് മൈ ഫോൺ, ഞാൻ എൻ്റെ ഫോണിലേക്ക് നോക്കുമായിരുന്നു. സ്കേർഡ് ഓഫ് അൺനോൺ നമ്പേഴ്സ്, അപരിചിതമായ നമ്പറുകൾ കാണുമ്പോൾ ഭയത്തോടെ ഞാൻ എൻ്റെ ഫോണിലേക്ക് നോക്കുമായിരുന്നു. അൺനോൺ എന്നാൽ അപരിചിതമായ, അറിയാത്ത നമ്പറുകൾ. മൈ ലൈഫ് വാസ് ഫിൽഡ് വിത്ത് പെയിൻ, എൻ്റെ ജീവിതം വേദന കൊണ്ട് നിറഞ്ഞതായിരുന്നു. സ്ലോലി, സാവധാനം. ഐ ട്രൈഡ് ടു ഹീൽ. ഹീൽ എന്നാൽ ഇവിടെ ഭേദമാക്കുക എന്നുള്ള അർത്ഥമാണ്. സാവധാനം ഞാൻ എൻ്റെ മനസ്സിലെ മുറിവുകളെ ഭേദമാക്കാൻ ശ്രമിച്ചു. ഐ ട്രൈഡ് ടു ഹീൽ, ഞാൻ ഭേദമാക്കാൻ ശ്രമിച്ചു. ഐ ഫൗണ്ട്, ഞാൻ കണ്ടെത്തി. എ പാർട്ട് ടൈം ജോബ് ഇൻ എ സ്മോൾ ഗിഫ്റ്റ് ഷോപ്പ്, ഒരു ചെറിയ ഗിഫ്റ്റ് കടയിൽ ഒരു പാർട്ട് ടൈം ജോബ് ഞാൻ കണ്ടെത്തി. ദ പീപ്പിൾ ദർ വെർ കൈൻഡ്, അവിടെയുള്ള ആളുകൾ ദയയുള്ളവരായിരുന്നു. ദേ നെവർ ആസ്ക്ഡ്, അവർ ഒരിക്കലും ചോദിച്ചില്ല. എബൌട്ട് മൈ പാസ്റ്റ്, എൻ്റെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് അവർ ഒരിക്കലും ചോദിച്ചിരുന്നില്ല. ദേ നെവർ ആസ്ക്ഡ്, അവർ ഒരിക്കലും ചോദിച്ചിരുന്നില്ല. എബൌട്ട് മൈ പാസ്റ്റ്, എൻ്റെ കഴിഞ്ഞ കാലത്തെപ്പറ്റി. ഐ ഫെൽറ്റ് സേഫ്, ഞാൻ സുരക്ഷിതയാണെന്ന് എനിക്ക് തോന്നി, എനിക്ക് സുരക്ഷിതത്വം അനുഭവപ്പെട്ടു. ബട്ട് സംടൈംസ്, പക്ഷെ ചില സമയങ്ങളിൽ, ലേറ്റ് അറ്റ് നൈറ്റ്, രാത്രി വൈകിയ സമയത്ത്, ഐ വുഡ് ലൈ ഓൺ മൈ ബെഡ് ആൻഡ് തിങ്ക്. ലൈ എന്നാൽ ഇവിടെ കിടക്കുക എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ചില സമയങ്ങളിൽ, രാത്രിയേറെ വൈകിയ സമയത്ത് ഞാൻ
കിടന്നുകൊണ്ട് ചിന്തിക്കുമായിരുന്നു. ഡിഡ് ചെസ്റ്റർ എവർ ലവ് മീ? ചെസ്റ്റർ എപ്പോഴെങ്കിലും എന്നെ സ്നേഹിച്ചിരുന്നോ എന്ന് ഞാൻ രാത്രി വൈകിയ സമയത്ത് കിടക്കയിൽ കിടന്ന് ചിന്തിക്കുമായിരുന്നു. നൗ ഇപ്പോൾ ഐ ഡോണ്ട് ഡ്രീം അബൌട്ട് എ പെർഫെക്റ്റ് ഫ്യൂച്ചർ എനിമോർ. ഇപ്പോൾ ഒരു പൂർണ്ണമായ ഭാവിയെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണാറില്ല. ഐ ഡോണ്ട് ഡ്രീം എന്നാൽ ഞാൻ സ്വപ്നം കാണാറില്ല. എബൌട്ട് എ പെർഫെക്റ്റ് ഫ്യൂച്ചർ എനിമോർ. ഐ ഓൺലി ഡ്രീം അബൌട്ട് പീസ്. പീസ് എന്നാൽ സമാധാനം. ഇപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നത് സമാധാനം മാത്രമാണ്. സമാധാനമുള്ള ഒരു ജീവിതമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഐ വാണ്ട് ടു ലീവ് വിത്തൗട്ട് ഫിയർ. ഐ വാണ്ട് ടു ലീവ് എനിക്ക് ജീവിക്കണം. വിത്തൗട്ട് ഫിയർ ഭയമില്ലാതെ എനിക്ക് ജീവിക്കണം. വിത്തൗട്ട് ലൈസ് കാപട്യങ്ങളില്ലാതെ. ആൻഡ് വിത്തൗട്ട് പെയിൻ വേദനയില്ലാതെ കാപട്യങ്ങളില്ലാതെ കളവുകളില്ലാതെ എനിക്ക് ഭയമില്ലാതെ എനിക്ക് ജീവിക്കണം. സമാധാനമുള്ള ഒരു ജീവിതമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതുമാത്രമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ആൻഡ് മേ ബി ഒരു പക്ഷേ വൺ ഡേ ഒരു ദിവസം ഐ വിൽ ഫൈൻഡ് ഞാൻ കണ്ടെത്തും സംവൺ. ഐ വിൽ ഫൈൻഡ് സംവൺ ഞാൻ ഒരാളെ കണ്ടെത്തും. ഹൂ ട്രൂലി ലവ്സ് മീ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരു ദിവസം ഞാൻ കണ്ടെത്തും. ബിക്കോസ് കാരണം ഐ നോ എനിക്കറിയാം. ഐ നോ ദാറ്റ് റിയൽ ലവ് ഡസ് നോട്ട് ഹേർട്ട്. കാരണം യഥാർത്ഥത്തിലുള്ള സ്നേഹം വേദനിപ്പിക്കുകയില്ലെന്ന് എനിക്കറിയാം. ഹേർട്ട് എന്നാൽ വേദനിപ്പിക്കുക. ലവ് ക്യാൻ ബി ബ്യൂട്ടിഫുൾ സ്നേഹം മനോഹരമായേക്കാം. ബട്ട് എന്നാൽ ഇറ്റ് ക്യാൻ ഓൾസോ ബിക്കം സ്കാരി. ബിക്കം എന്നാൽ ആയിത്തീരുക. സ്കാരി എന്നാൽ ഭീതിയുള്ള ഭയമുള്ള. സ്നേഹം മനോഹരമായിരിക്കാം, പക്ഷെ അത് ഭയപ്പെടുത്തുന്നതും ആയി മാറാം. ഇഫ് സംവൺ മേക്സ് യു ഫീൽ സ്കേർഡ് ആരെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ലവ് അത് സ്നേഹമല്ല. ഇറ്റ്സ് എ വാണിംഗ് ടു വോക്ക് അവേ. വാണിംഗ് എന്നാൽ മുന്നറിയിപ്പ്. വോക്ക് അവേ എന്നാൽ അകന്നു പോകുക. ആരെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളോട് പെരുമാറുകയാണെങ്കിൽ അത് സ്നേഹമല്ല, അവരിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു മുന്നറിയിപ്പാണ്.